അകലെ അകലെ നീലാകാശം എൻ്റെ ചൈന യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയിൽ ഞാൻ ബെയ്ജിങ്ങിലെത്തി. ലോകാത്ഭുതങ്ങളിലൊന്നായ ചൈനയിലെ വൻമതിൽ കാണുക എന്നതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഞങ്ങൾ വൻമതിലിലേക്കുള്ള യാത്രയിലാണ്. അനുഗ്രഹീതരായ 2 ഗായകരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ചൈന യാത്ര. ലതിക ടീച്ചറിനെ കൂടാതെ KPSCയുടെയും സൂര്യസ്വാമിയുടെയും ഹാർമോണിസ്റ്റ് ആയിരുന്ന എറണാകുളം സ്വദേശിയായ രാമദാസ് സാറും മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ യാത്രയെ വിരസതയില്ലാത്ത ഒന്നാക്കി മാറ്റി. നാടകങ്ങളിലും ഗാനമേളകളിലും 38 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അദ്ദേഹം ഒരു കവി കൂടെയാണ്. അകലെ നീലാകാശം അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതല്ലും മേഘതീർത്ഥം അകലെ അകലെ നീലാകാശം ആയിരം പാദസരങ്ങളിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ ഇരുങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. പലപ്പോഴും കൂടുതൽ ആധുനികവും കോസ്മോപൊളിറ്റനുമായി കണക്കാക്കപ്പെടുന്ന ഷാങ്ഹായ് അതിന്റെ വേഗതയേറിയ ജീവിതശൈലി, അത്യാധുനിക വാസ്തുവിദ്യ, ഊർജ്ജസ്വലമായ അന്തർദേശീയ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. പക്ഷേ നിരവധി പുരാതന ലാൻഡ്മാർക്കുകൾ നിറഞ്ഞ ബെയ്ജിംഗ് കൂടുതൽ പരമ്പരാഗതവും ചരിത്രപരവുമാണ്. ആധുനികവും കൊളോണിയൽ വാസ്തുവിദ്യയും ചേർന്നാണ് ഷാങ്ഹായ് എങ്കിൽ സാമ്രാജ്യത്വ വാസ്തുവിദ്യയ്ക്കും ചരിത്രപരമായ സ്ഥലങ്ങൾക്കും പേരുകേട്ടതാണ് ബെയ്ജിംഗ്. ആധുനിക ട്രെൻഡുകൾ, ഫാഷൻ, നൈറ്റ് ലൈഫ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഷാങ്ഹായിലെ ജീവിതശൈലി കൂടുതൽ വേഗതയുള്ളതും ചലനാത്മകവുമാണ്. സാംസ്കാരിക പൈതൃകത്തിന് ഊന്നൽ നൽകുന്ന പരമ്പരാഗതവും ആധുനികവുമായ ജീവിതശൈലിയുള്ള ബെയ്ജിങ്ങിന് ഷാങ്ഹായിയെ അപേക്ഷിച്ച് ജീവിതത്തിന്റെ വേഗത കുറവാണ്. ഷാങ്ഹായിക്ക് പ്രവാസികളെ ആകർഷിക്കുന്ന ശക്തമായ അന്താരാഷ്ട്ര സ്വാധീനവും കൂടുതൽ വൈവിധ്യമാർന്ന ജനസംഖ്യയുമുണ്ട്. ബീജിംഗിന്റെ അന്താരാഷ്ട്ര സ്വാധീനം പ്രാഥമികമായി രാഷ്ട്രീയവും സാംസ്കാരികവുമാണ്. ഇത് ചൈനയുടെ രാഷ്ട്രീയ കേന്ദ്രമായി പ്രവർത്തിക്കുകയും വിവിധ അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ചൈനയിലെ വൻമതിൽ ലോകപ്രശസ്ത വാസ്തുവിദ്യാ വിസ്മയവും ചൈനയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ പ്രതീകവുമാണ്. മതിൽ പര്യവേഷണം ചെയ്യുവാൻ പൊതുജനങ്ങൾക്ക് അനുമതിയുള്ള നിരവധി പ്രദേശങ്ങളുണ്ട്. മിങ് രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ച വൻമതിലിന്റെ ജിയോങ്ഗുവാൻ എന്ന ഭാഗത്താണ് ഞങ്ങളിപ്പോൾ. ചൈനയിലെ വൻമതിലിലെ ഏറ്റവും പ്രസിദ്ധവും നന്നായി സംരക്ഷിച്ചിരിക്കുന്നതുമായ വിഭാഗങ്ങളിൽ ഒന്നാണ് ജിയോങ്ഗുവാൻ. ബെയ്ജിംഗിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഇത്
ജിയോങ് പാസ് എന്നറിയപ്പെടുന്ന ഒരു പർവ്വത ചുരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആക്രമണങ്ങൾക്കെതിരായ പ്രതിരോധത്തിനുള്ള ഒരു നിർണായക പോയിന്റായ ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ ചുരം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നൂറ്റാണ്ടുകളുടെ പ്രതിധ്വനികൾ മുഴങ്ങുന്ന കൽമതിലുകളാൽ നിർമ്മിച്ച വലിയ ഗേറ്റ് കടന്നെത്തുന്നത് ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്നാണ് ഇരുവശത്തേക്കും കൽപ്പടവുകൾ തുടങ്ങുന്നത്. കാർഡിയോ സെറിബ്രോ വാസ്കുലർ രോഗികൾ ജാഗ്രത പാലിക്കണമെന്ന സൈൻ ബോർഡുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൽപ്പടവുകൾ തുല്യമായി സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ കയറ്റം വളരെ കഠിനമാണ്. കൽപ്പടവുകളുടെ വ്യത്യസ്തമായ ഉയരം കയറ്റം കൂടുതൽ കഠിനമാക്കുന്നു. ഏതായാലും രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വരെ കയറാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ കയറ്റം നിർത്തി. എന്നാൽ ഏറ്റവും ഉയരം കൂടിയ പ്ലാറ്റ്ഫോം വരെ എത്തിയ മിടുക്കരെയും നമുക്ക് കാണാം. വൻമതിലിന്റെ നിർമ്മാണം നിരവധി രാജവംശങ്ങളിലൂടെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്നു. ഈ മതിൽ ഒരു തുടർച്ചയായ ഘടനയല്ല, മറിച്ച് ഇത് കല്ലുകൾ, ഇഷ്ടികകൾ, മണൽ, മറ്റു വസ്തുക്കൾ എന്നിവ കൊണ്ട് പർവ്വതനിരകൾ, സമതലങ്ങൾ, മരുഭൂമികൾ എന്നിവയിലൂടെ നിർമ്മിച്ച കോട്ടകളുടെ ഒരു നിരയാണ്. സൈനിക പ്രതിരോധത്തിനായി നിർമ്മിച്ച ഈ മതിലിനുള്ളിൽ നീളമുള്ള പരസ്പരം ബന്ധിച്ച മതിലുകൾ, വാച്ച് ടവറുകൾ, സൈനിക ബാരക്കുകൾ, ഗാരിസൺ സ്റ്റേഷനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പുരാതന ചൈനയുടെ വടക്കൻ അതിർത്തിയിലെ വിവിധ നാടോടി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളും റെയ്ഡുകളും സൈനിക കടന്നുകയറ്റങ്ങളും തടയുന്നതിനാണ് ഇത് പ്രധാനമായും നിർമ്മിച്ചത്. BC 7-ാം നൂറ്റാണ്ടിൽ ഷൗ രാജവംശത്തിന്റെ കാലത്താണ് ആദ്യകാല മതിലുകൾ നിർമ്മിച്ചത്. മിങ് ചക്രവർത്തിമാർ മതിൽ ഉറപ്പിക്കാനും പുനർനിർമ്മിക്കാനും വിപുലമായ ശ്രമങ്ങൾ നടത്തി. എന്നാൽ നിർമ്മാണം യഥാർത്ഥത്തിൽ 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടിലെ ക്വിങ് രാജവംശം വരെ നീണ്ടുനിന്നു. വൻമതിലിന്റെ ആകെ നീളം ഏകദേശം 21,196 കിലോമീറ്റർ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1368-1644 കാലഘട്ടത്തിൽ മിങ് രാജവംശത്തിന്റെ കാലത്താണ് വൻമതിലിന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഭാഗങ്ങൾ നിർമ്മിച്ചത്. ആശയവിനിമയത്തിനായി സിഗ്നൽ ടവറുകൾ ഉൾപ്പെടെ മതിലിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് മിങ് ചക്രവർത്തിമാർ വിവിധ സൈനിക തന്ത്രങ്ങൾ നടപ്പിലാക്കി. ജിയോങ്ഗുവാന്റെ വാസ്തുവിദ്യ അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയാണ്. കുത്തനെയുള്ള പർവ്വത ചെരുവുകളിൽ നിർമ്മിച്ച ഇരട്ട മതിലുകളും വാച്ച് ടവറുകളും ഇതിൽ ഉൾക്കൊള്ളുന്നു. വൻമതിൽ കടന്നു പോകുന്ന ഇടുങ്ങിയ മലയിടുക്കായ ജിയോങ് പാസ് 2 മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു സൈനിക ഗാരിസണായി പ്രവർത്തിച്ചിരുന്ന ഒരു കോട്ടയുണ്ട്. ചുറ്റുമുള്ള പ്രദേശത്തിന്റെ വിശാലമായ കാഴ്ചയ്ക്കും സൈനികരുടെ ചലനം നിയന്ത്രിക്കുന്നതിനും ഇത് തന്ത്രപരമായി ഉപയോഗിച്ചിരുന്നു. വൻമതിലിന്റെ നിർമ്മാണം സൈനികരും കർഷകരും തടവുകാരും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ നൂറ്റാണ്ടുകൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമാണ്. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയും അതികഠിനമായ കാലാവസ്ഥയും പരിമിതമായ വിഭവങ്ങളും കാരണം അപകടങ്ങൾ, കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾ, രോഗങ്ങൾ എന്നിവയിലൂടെ നിർമ്മാണത്തിനിടെ ധാരാളം തൊഴിലാളികൾ മരിച്ചതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ ചരിത്രഘടനയെ ഭൂമിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സെമിത്തേരി എന്ന് വിളിക്കാറുണ്ട്. ചൈനയിലെ വൻമതിൽ ബഹിരാകാശത്ത് നിന്നോ ചന്ദ്രനിൽ നിന്നോ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുമെന്ന വിശ്വാസം ഒരു പൊതു തെറ്റിദ്ധാരണയാണ്. ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഭ്രമണപഥത്തിൽ നിന്ന്, അതായത് 160 കിലോമീറ്റർ ഉയരത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും ഏതാണ്ട് അവ്യക്തമായി മാത്രമേ ഇത് ദൃശ്യമാകുകയുള്ളൂ എന്ന് നാസ അവകാശപ്പെടുന്നു. ഇന്ന് വൻമതിലിന്റെ പല ഭാഗങ്ങളും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ചൈനയിലെ വൻമതിൽ ഒരു സൈനിക ഘടന മാത്രമല്ല, ചൈനീസ് നാഗരികതയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും പ്രതീകം കൂടിയാണ്. ചൈനീസ് ചരിത്രത്തിലുടനീളം കവികൾക്കും കലാകാരന്മാർക്കും പണ്ഡിതന്മാർക്കും ഇത് പ്രചോദനത്തിന്റെ ഒരു ഉറവിടം കൂടിയാണ്. സാംസ്കാരിക പ്രാധാന്യവും ചരിത്രപരമായ പ്രാധാന്യവും അംഗീകരിച്ചുകൊണ്ട് 1987 വൻമതിലിനെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി തിരഞ്ഞെടുത്തു. ചൈനയുടെ ശാശ്വതമായ ചരിത്രത്തിന്റെയും ബാഹ്യ ഭീഷണികളിൽ നിന്ന് നാഗരികതയെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും തെളിവായി ചൈനയിലെ വൻമതിൽ ഇന്ന് നിലകൊള്ളുന്നു. ചൈനീസ് രീതിയിലുള്ള ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീജിംഗിലെ ഹാപ്പി വാലി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്.
ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി എന്ന ചൈനീസ് നൃത്ത നാടകം കാണാൻ ഞങ്ങൾ OCT തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന ബെയ്ജിങ്ങിലെ ഹാപ്പി വാലി അമ്യൂസ്മെന്റ് പാർക്കിലാണ്. $2.25 കോടി മുതൽ മുടക്കിൽ OCT എന്നറിയപ്പെടുന്ന ഓവർസീസ് ചൈനീസ് ടൗൺ ആണ് ഈ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. OCT തിയേറ്ററിൽ ദിവസേന അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്ത നാടകം 2007 ആരംഭിച്ചതു മുതൽ 1 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ട്. 2008 ഇത് ബീജിംഗ് ഒളിമ്പിക്സിന്റെ ഒരു ഔദ്യോഗിക ടൂറിസം ഷോ ആയിരുന്നു. ചൈനയിലെ ഐതിഹാസിക കാലഘട്ടമായ ഗോൾഡൻ മാസ്ക് രാജവംശത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണ മുഖംമൂടി ധരിച്ച ഒരു രാജ്ഞി ജ്ഞാനം, സഹിഷ്ണുത, വിശ്വാസം, അതിരുകളില്ലാത്ത സ്നേഹം എന്നിവയിലൂടെ ഗംഭീരമായ ഒരു രാജവംശം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് ഈ കഥ പറയുന്നു. ചൈനയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള 200-ലധികം അഭിനേതാക്കളുള്ള 8 രംഗങ്ങളിൽ യുദ്ധം, സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങൾ, ചടങ്ങുകൾ, സൂര്യൻ, ചന്ദ്രൻ, വെള്ളപ്പൊക്കം, ഉത്സവങ്ങൾ, മിഥ്യാധാരണകൾ എന്നിവയുടെ കഥകൾ പറയുന്ന ഈ നൃത്ത നാടകത്തിൽ അതിശയകരമായ ഒരു യഥാർത്ഥ വെള്ളപ്പൊക്കം പോലും വേദിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചൈനീസ് നാടകകൃത്തും സംവിധായകരും ഡിസൈനർമാരും ചേർന്ന് നിർമ്മിച്ച ഈ നാടകത്തിൽ ചൈനീസ് നൃത്തങ്ങൾ, അക്രോബാറ്റിക്, വസ്ത്രങ്ങൾ, ലൈറ്റിംഗ്, അക്വസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്നു. യുദ്ധരംഗങ്ങൾ മുതൽ പ്രണയം വരെയുള്ള 20 വ്യത്യസ്ത നൃത്തരംഗങ്ങൾ ഈ നാടകത്തിലുണ്ട്. നാടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന നിറങ്ങൾ യിൻ യാങ് എന്ന ചൈനീസ് തത്വശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന നീലയും സ്വർണവുമാണ്. ഇരുട്ടും വെളിച്ചവും, സൂര്യനും ചന്ദ്രനും ആണും പെണ്ണും ചേർന്നുള്ള മത്സരപരവും പരസ്പര പൂരകവുമായ ശക്തികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന തത്വമാണ് യിൻ യാങ്. ഗോൾഡൻ മാസ്ക് രാജവംശം പ്രേക്ഷകർക്ക് ഒരു ജീവിതാനുഭവമാണ്. 1200-ലധികം ഷോകൾക്ക് ശേഷവും ബീജിംഗിലെ ഹാപ്പി വാലി അമ്യൂസ്മെന്റ് പാർക്കിലെ തിയേറ്ററിൽ ഇതിപ്പോഴും ശക്തമായി തുടരുകയാണ്. ബെയ്ജിംഗിലെ ടിയാൻമെൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി, സമ്മർ പാലസ് എന്നിവയൊക്കെയാണ് നാളെ കാണേണ്ട സ്ഥലങ്ങൾ. കാത്തിരിക്കുക.